കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈയിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. അതിനു മുൻപ് ആദ്യമായി ചാനൽ കേൾക്കാൻ വന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ലൈക്കും ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി കഥയിലേക്ക്. 1870 ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്നത്തെ ബോംബെയുടെ കടലോര പ്രദേശമായ കൊളാബയിൽ ഒരു വലിയ കോട്ടൺ മിൽ സ്ഥാപിച്ചു. പിൽക്കാലത്ത് മുകേഷ് മിൽ എന്നറിയപ്പെട്ട കൊളാബ മിൽ കടലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന മില്ല് എന്ന നിലയിൽ കയറ്റുമതിക്ക് സൗകര്യപ്രദമായിരുന്നു അവിടം. പിന്നീട് മുംബൈയിലെ ഏറ്റവും തിരക്കേറിയ മില്ലായി മാറിയ അവിടെ അനേകം പേർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മുംബൈയിലെ തന്നെ ഏറ്റവും ഭീതി പരത്തിയ പ്രേതമില്ലായി അത് മാറിയതെങ്ങനെ? 1982 അജ്ഞാതമായ ഏതോ കാരണത്താൽ മുകേഷ് മിൽ അഗ്നിക്കിരയായി. അന്നേ ദിവസം അവിടെ ജോലി ചെയ്തിരുന്ന ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം മുകേഷ് മിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. അവിടെ കാവൽ നിന്നവർ ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ നിന്നും ആർത്തനാദങ്ങളും അപശബ്ദങ്ങളും നിലവിളികളും കേൾക്കാനിടയായി. അഗ്നിബാധയിൽ ജീവൻ പൊലിഞ്ഞവരുടെ ആത്മാക്കൾ മില്ലിനുള്ളിൽ വിഹരിക്കുന്നതായി ആളുകൾ വിശ്വസിച്ചു പോന്നു. ഈ വാർത്ത അറിഞ്ഞെത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ സ്ഥാപകനായ ഗൗരവ് തിവാരിയും ഉണ്ടായിരുന്നു. 2014 സീ ന്യൂസിൻ്റെ സഹകരണത്തോടെ അദ്ദേഹം അവിടെ ചിലവഴിച്ച കാലയളവിൽ കണ്ടെത്തിയ അസാധാരണ സംഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവിടെ പല സിനിമകളുടെയും ചിത്രീകരണം നടന്നിട്ടുണ്ട്. പ്രശസ്തയായ ഒരു ഹിന്ദി നടിക്ക് മുകേഷ് മിൽസിൽ വെച്ച് ചിത്രീകരിച്ച ഭാഗങ്ങളിൽ താൻ പറയേണ്ടിയിരുന്ന ഡയലോഗുകൾ പറയുവാൻ സാധിച്ചില്ല. അതിനു പുറമെ ആ ചിത്രത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടി പൊടുന്നനെ പുരുഷ ശബ്ദത്തിൽ സംസാരിക്കുകയും ചുറ്റുമുള്ളവരോട് അവിടം വിട്ടു പോകുവാൻ ആക്രോശിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അവിടെ ചെറിയ പൂജ നടത്തുവാൻ പൂജാരിയെ കൊണ്ടുവന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനും അവിടെ വെച്ച് അപകടം സംഭവിച്ചു. പുരുഷ ശബ്ദത്തിൽ സംസാരിച്ച പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് അവൾ രക്തം ഛർദ്ദിച്ച് മരണപ്പെടുകയും ചെയ്തു. ഇപ്പോഴും മുകേഷ് മിൽ ഒരു ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു. കഥ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.